പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളിടയിൽ നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കാത്തതായ ഒരു മേഖലയുണ്ടോ? അതിന്റെ കാരണം ദൈവം നമ്മെ ഉപേക്ഷിച്ചതാണോ, അതോ ദൈവം മാറ്റണമെന്ന് പറയുന്ന എന്തെങ്കിലും നാം ഇപ്പോഴും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇന്നത്തെ വചനത്തിൽ ദൈവം ഇസ്രായേലിനോട് പറയുന്നു, നാളെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. ഇത് വെറും പുറമേയുള്ള ഒരു ശുദ്ധീകരണമല്ല, അതിലുപരി ദൈവസന്നിധിയിൽ ഹൃദയത്തെ പരിശോധിക്കുന്നതാണ്. യോശുവയുടെ കാലത്ത് ഇസ്രായേൽ ഒരു വലിയ പരാജയം നേരിട്ടു. എരിഹോവിൽ അവർ അത്ഭുതകരമായ വിജയം നേടി. പക്ഷെ അടുത്ത യുദ്ധത്തിൽ ചെറിയതായി തോന്നിയ ഒരു നഗരമായ ഹായിയോട് അവർ പരാജയപ്പെടുന്നു. എന്തുകൊണ്ട്? ഇസ്രായേലിന്റെ നടുവിൽ ദൈവം വിലക്കിയ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ആഖാൻ പാപം മറച്ചു വെച്ചു. പുറത്തെല്ലാവരും ഇസ്രായേലിന്റെ ഭാഗമായിരുന്നു, പക്ഷെ അകത്ത് ഒരു തെറ്റായ കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം പറയുന്നു, അത് നീക്കിക്കളയുവോളം. ദൈവം നമ്മെ അനുഗ്രഹിക്കാതെ ഇരിക്കുന്നതല്ല പ്രശ്നം. ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിന് തടസ്സമായിരിക്കുന്നതിനെ നാം വിട്ടുകളയാത്തതാണ് പലപ്പോഴും പ്രശ്നം. ഹൃദയത്തിന്റെ ഒരു കോണിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നാം പിടിച്ചു നിൽക്കുന്നുണ്ട്. ഒരു തെറ്റായ ബന്ധം ആയിരിക്കാം, ഒരു രഹസ്യ പാപം ആയിരിക്കാം, ക്ഷമിക്കാത്ത മനസ്സ് ആയിരിക്കാം, അഹങ്കാരം ആയിരിക്കാം, അന്യായമായി പിടിച്ചു വെച്ച എന്തെങ്കിലും ആയിരിക്കാം. മറ്റുള്ളവർക്ക് അത് കാണണമെന്നില്ല, പക്ഷെ ദൈവത്തിന് അത് കാണും. ആഖാന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്. നമ്മൾ ഒളിച്ച് വെക്കുന്ന കാര്യം നമ്മുടെ ഉള്ളിൽ മാത്രം ഒളിച്ചിരിക്കുകയില്ല, അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ മുഴുവനായി ബാധിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നീ നീക്കിക്കളയണമെന്ന് പറയുന്ന എന്തെങ്കിലും ഞാൻ ഇപ്പോഴും പിടിച്ചു വെച്ചിട്ടുണ്ട്? ഇന്ന് ഞാൻ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇത് കുറച്ച് സമയം നിശബ്ദമായി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കും. എന്നിട്ട് പറയാം, കർത്താവേ, എൻ്റെ ഹൃദയം പരിശോധിക്കണമേ. ഞാൻ കാണാത്തത് നീ കാണിച്ചു തരണമേ. ഞാൻ മറച്ചു വെച്ചത് വെളിപ്പെടുത്തണമേ. നീക്കണമെന്ന് പറയുന്നതെല്ലാം വിട്ടുകളയാനുള്ള കൃപ തരണമേ. ദൈവം കാണിച്ചു തരുന്ന ഒരു തെറ്റുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കരുത്, മറച്ചു വെക്കരുത്, നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ അത് ഏറ്റുപറയുക, ഇന്ന് തന്നെ അത് ഉപേക്ഷിക്കുക. കാരണം ദൈവസന്നിധിയിൽ ശുദ്ധമായ ഹൃദയമുള്ളപ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ വഴിയിൽ സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം തേടുന്നതിന് മുൻപ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ജീവിതത്തിൽ നീക്കാൻ തയ്യാറാകണം. ശുദ്ധീകരണം വന്നിടത്ത് തടസ്സം നീങ്ങും. തടസ്സം നീങ്ങിയിടത്ത് ദൈവത്തിന്റെ വഴി തുറക്കുമല്ലോ. അതിനായി നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കണമേ. ഞങ്ങൾ കാണാതെ പിടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം കാണിച്ചു തരണമേ. നിനക്കിഷ്ടമില്ലാത്തതിനെ വിട്ടുകളയാനുള്ള ധൈര്യവും കൃപയും തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആത്മീയ തടസ്സങ്ങളും നീക്കണമേ. ശുദ്ധമായ ഹൃദയത്തോടും അനുസരണമുള്ള ജീവിതത്തോടും കൂടെ ഇന്ന് നിന്നോടൊപ്പം നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.